ഇന്ന് 3 മിത്ത് ഞാൻ ബ്രേക്ക് ചെയ്യാൻ പോവാണ്. ഏതൊക്കെയാന്ന് പറയട്ടെ. കോഫി, ചോക്ലേറ്റ്, റൈസ്. ഇത് 3 കഴിക്കരുത്, ഒഴിവാക്ക്, ഒത്തിരി ഒന്നും എടുക്കരുത്. ഇത് 3 ഇങ്ങനെ കൂടുതൽ നമ്മൾ അമിതമായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഹെൽത്തിന് ഹാംഫുൾ ആണ്. ഇങ്ങനെയല്ലേ പറഞ്ഞു കേട്ടിട്ടുള്ളത്. പക്ഷേ മോഡറേറ്റ് ആയിട്ട് എടുത്താൽ, എങ്ങനെ ഉപയോഗിച്ചാൽ, എങ്ങനെയൊക്കെ കഴിച്ചാൽ നമ്മുടെ ഈ 3 സാധനങ്ങളും നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ ഹെൽത്തി ആക്കി എടുക്കാമെന്ന് ഞാൻ പറഞ്ഞു തരട്ടെ. അപ്പോൾ ആദ്യം തന്നെ ചോക്ലേറ്റ് മധുരത്തിൽ നിന്ന് തുടങ്ങാം അല്ലെ. ചോക്ലേറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ ആന്റി ഓക്സിഡൻസ് ഉണ്ട്, മഗ്നീഷ്യം ഉണ്ട്, അയൺ ഉണ്ട്. ഇത് 3 ഉള്ളതുണ്ട്, കോപ്പറും ഉണ്ട് കേട്ടോ. ഇത് 4 ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ഹെൽത്തിന് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മൂഡിനെയൊക്കെ ലിഫ്റ്റ് ചെയ്യാൻ ഹെൽപ്ഫുൾ ആണ്. ഡോപ്പമിൻ എന്ന് പറഞ്ഞൊരു ഹോർമോൺ ഉണ്ട്. ആ ഡോപ്പമിൻ ആണ് നമ്മളെ എപ്പോഴും ഒരു മോട്ടിവേറ്റഡ് മൈൻഡ് സെറ്റിൽ നടക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം ആ ഒരു ഡോപ്പമിൻ ഇൻക്രീസ് കിട്ടണമെങ്കിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ ഡാർക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്ത് തന്നെ നമ്മുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യാവുന്നതാണ്. സോ ചോക്ലേറ്റ്സ് എന്ന് പറഞ്ഞപ്പോൾ ഇപ്പൊ പറഞ്ഞു ഡാർക്ക് ചോക്ലേറ്റ് എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന്. നോർമൽ ചോക്ലേറ്റ്, അതായത് മിൽക്ക് ചോക്ലേറ്റുകൾ ശരിക്കും പറഞ്ഞാൽ ഒത്തിരി ഷുഗർ യൂസ് ചെയ്യാറുണ്ട്. ഒരുപാട് ഷുഗർ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അതാണ് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം കൂടുതലും ഷുഗർ നമ്മൾ കഴിക്കുന്നതോടെ തന്നെ എന്തോ ആകും, നമുക്ക് അനാവശ്യമായിട്ടുള്ള ഫാറ്റ് ഡിപ്പോസിഷൻ ഉണ്ടാകും, പിന്നെ ഹാർട്ടിന് ഡിസീസ് ഉണ്ടാവും. പക്ഷേ ഡാർക്ക് ചോക്ലേറ്റ്, ദാറ്റ് മീൻസ് 70 to 80% ആണോ ചെക്ക് ചെയ്തിട്ട് വേണം മേടിക്കാൻ. 70 to 80% കൊക്കോ ഉള്ള ഡാർക്ക് ചോക്ലേറ്റ് ആണെങ്കിൽ നമ്മുടെ ഹാർട്ട് ഹെൽത്തിനും മെറ്റബോളിസത്തിനും എല്ലാത്തിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സ്കിൻ വരെ ഗ്ലോ ആകുമെന്നാണ് പറയുന്നത്. ഇത്ര ഒരു ദിവസം ഇത്ര വെച്ച് കഴിക്കുവാണെങ്കിൽ, ഡാർക്ക് ചോക്ലേറ്റ് കഴിക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ശരിക്കും പറഞ്ഞാൽ ബെനഫിറ്റേ ചെയ്യത്തുള്ളൂ. രണ്ടാമത്തത് ചോറ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു വികാരം തന്നെയാണ്. ചോറ് വിട്ടിട്ടുള്ള ഒരു കളി നമുക്കില്ല അല്ലേ. അപ്പൊ ചോറ് കറക്റ്റ് ആയിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ചോറ് കുറച്ചെടുത്തിട്ട് അതിന്റെ കൂടെ പ്രോട്ടീൻ സോഴ്സസ് ആയിട്ടുള്ള ഫിഷ്, ചിക്കന്, മുട്ട, അതായത് വെജിറ്റേറിയൻ സോഴ്സസ് ആയിട്ടുള്ള ഡാല്, പരിപ്പ്, അതൊക്കെ നമുക്ക് കൂടുതൽ പരിപ്പ്, കടല നമ്മൾ കൂടുതൽ എടുക്കുവാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല. കൂടെ തന്നെ ഫൈബർ അടങ്ങിയ പച്ചക്കറികളും കൂടെ കൂടുതൽ എടുക്കാൻ ശ്രമിക്കുക. ഇത് എടുക്കുവാണെങ്കിൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു പ്രശ്നവും ഇല്ല. ചോറിന്റെ കൂടെ ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ വണ്ണവും വെക്കുകയില്ല. അതേപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈല് ഹെൽത്തി ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. നമ്മൾ സാധാരണ ചെയ്യുന്ന തെറ്റെന്തോന്ന് പറഞ്ഞാൽ ചോറ് കുറെ എടുത്തിട്ട് കറികളും കാണത്തില്ല, അതിൽ പ്രോട്ടീനും കാണത്തില്ല. അതുകൊണ്ടാണ് അത് പ്രശ്നമായി മാറുന്നത്. പിന്നെ നോർമൽ ചോറ് എടുക്കാതെ കൂടുതൽ ഫൈബർ അടങ്ങിയ അതിൽ കുറച്ച് മിനറൽസും എക്സ്ട്രാ ആണ്. ഏതാന്ന് പറഞ്ഞാൽ ഏതൊക്കെ ചോറുകൾ എടുക്കാന്ന് വെച്ചാൽ ബ്രൗൺ റൈസ്, ബ്ലാക്ക് റൈസ്, നമ്മുടെ കേരള മട്ട അരി എടുക്കുവാണെങ്കിൽ നമ്മുടെ ഹെൽത്തിന് ഏറ്റവും നല്ലതാണ്. മൂന്നാമത് കാപ്പി നമുക്ക് കുടിക്കാതിരിക്കാൻ പറ്റുമല്ലോ അല്ലേ. കാപ്പി കുടിക്കാതെ എന്താ ഒരു ഡേ അല്ലേ. അപ്പം നമുക്ക് കാപ്പി രാവിലെ എഴുന്നേറ്റോടെ വെറും വയറ്റി കുടിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ട്. കുടിക്കേണ്ടെന്ന് പറയുന്നത് ഡൈജഷൻ ഇഷ്യൂസ് ഒക്കെ വരും എന്നുള്ളതും കാലറി കൗണ്ട് കൂടുമെന്ന് പേടിച്ചിട്ടാണ് കോഫി അങ്ങനെ കുടിക്കരുത്, രാവിലെ കുടിക്കരുതെന്ന് പറഞ്ഞത്. കോഫിയെ തന്നെ നമുക്ക് രാവിലെ കുടിച്ചാലും നമ്മൾ കോഫി എങ്ങനെ ഹെൽത്തി ഓൾട്ടർനേറ്റീവ് ആക്കാന്നറിയോ. ആ പഞ്ചസാരയുടെ പകരം ആ ഒരു വില്ലനെ നമ്മൾ മാറ്റിയിട്ട് നമുക്ക് കുറച്ച് 1 ടീസ്പൂൺ നെയ്യോ വെളിച്ചെണ്ണയോ കാപ്പിയിൽ മിക്സ് ചെയ്ത് നമുക്ക് കുടിക്കുവാണെങ്കിൽ മെറ്റബോളിസം ഇൻക്രീസ് ആവും. മെറ്റബോളിസം എന്ന് പറയുമ്പോൾ ഇൻക്രീസ് ആവുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, വെയിറ്റ് ലോസ് ചെയ്യാൻ സാധിക്കും. അപ്പം കോഫി ഒരു ദിവസം 2 പ്രാവശ്യം നമുക്ക് കുടിക്കാൻ പറ്റും. ഒന്നുകിൽ ഷുഗർ ഇല്ലാതെ കുടിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഷുഗർ വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീവിയ എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ഉണ്ട്. സ്റ്റീവിയ നമുക്ക് ഓൾട്ടർനേറ്റീവ് ഷുഗർ ആയിട്ട് കമ്പനികൾ ഇറക്കാറുണ്ട്, അത് കുടിക്കാം. അല്ലെങ്കിൽ നമുക്ക് കുറച്ച് നമുക്ക് വേണമെങ്കിൽ ശർക്കര വെല്ലം ഉപയോഗിച്ച് കുടിക്കാം. അപ്പം കോഫി കുടിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. കോഫി ശരിക്കും നമുക്ക് പറഞ്ഞാൽ അതിൽ കഫെയിൻ ഉണ്ട്. അതേപോലെ തന്നെ അത് മൂഡ് ബൂസ്റ്റ് ചെയ്യാനും ഫോക്കസ് ഇംപ്രൂവ് ചെയ്യാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അപ്പൊ സൂക്ഷിക്കേണ്ടത് എപ്പോഴാന്ന് പറഞ്ഞാല് വൈകുന്നേരം 5 മണി കഴിഞ്ഞ് കുടിക്കാതെ ഇരിക്കാൻ ശ്രമിക്കുക, ഒഴിവാക്കുക. എന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ രാത്രിയിൽ ഉറക്കം നമുക്ക് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. അതേപോലെ തന്നെ കഴിച്ചിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് കുടിച്ചാൽ ഒരു പ്രശ്നവും ഇല്ല. അപ്പം ഒരു ദിവസം 2 കാപ്പിയോളം നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പം ഇന്നത്തെ 3 വിത്തുകൾ ബ്രേക്ക് ചെയ്തെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഹെൽത്തിനെ കുറിച്ച് നിങ്ങൾക്ക് ഇതുപോലത്തെ കുറെ കാര്യങ്ങൾ അറിയണമെങ്കിൽ ഈ കമന്റ് ബോക്സിൽ ഷെയർ ചെയ്യുക. ഞാൻ ഇനിയും എല്ലാ കാര്യങ്ങളും ഇതുപോലെ ബ്രേക്ക് ചെയ്യുന്നതാണ്, മിത്തുകളൊക്കെ. ഓക്കെ, ടാറ്റ.